നമുക്ക് ഭൂമിയുടെയും അജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അംബികയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിജ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഈ അമ്മയ്ക്ക് എന്താ ഇത്ര ദിവസം ജയിലിൽ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്തായോ? അമ്മയുടെ സമാധാനം തെറ്റിയോ എന്നൊക്കെയാണ് ഭൂമി ഓർത്ത്. അമ്മ എന്താ അമ്മ പറഞ്ഞേ? എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളല്ലെന്നോ? അതെ മോളെ, നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളല്ല. നീ പോയി നിന്റെ അച്ഛനും അമ്മയും കണ്ടെത്താൻ നോക്ക്. വെറുതെ അമ്മ തമാശയ്ക്ക് പോലും ഇങ്ങനെ പറയരുത്. ഇത്രയും കാലം തൻ്റെ അച്ഛനും അമ്മയെന്ന് കരുതിയ ആൾക്കാർ അല്ലെന്ന് പറയുമ്പോൾ ഒരു നിമിഷം ആരാണെങ്കിലും തകർന്നു പോകും. വലിയൊരു വിഗ്രഹം ഉടഞ്ഞ് പോയതുപോലെ ഭൂമിക്ക് തോന്നി. ഭൂമി പെട്ടെന്ന് ചോദിച്ചു, എന്താമ്മേ, അമ്മ എന്താ പറയണേ? അമ്മയ്ക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ? അമ്മ എന്താ വിളിച്ചു പറയണമെന്നറിയാവോ? അമ്മയുടെ മോളല്ലെന്നോ? അതെ, അച്യുതേട്ടൻ ഈ സത്യങ്ങൾ പറയാനിരുന്ന അന്നാണ് അച്യുതേട്ടന് ആ അപകടം ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ അച്യുതേട്ടൻ അന്ന് ആ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞാനും. ഞാൻ പറഞ്ഞല്ലോ, ആ കാറും അച്യുതേട്ടനും എല്ലാമായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളുണ്ട്. മോള് ചോദിച്ചിട്ടില്ലേ ഇതുവരെ ആയിട്ടും ആ പഴഞ്ചൻ കാർ അച്ഛൻ എന്താ കൊടുക്കാത്തേന്ന്? അതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു. അമ്മ പിന്നെ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മേ അല്ലെങ്കിൽ വേറെ ആരാ എൻ്റെ അച്ഛനും അമ്മേ? അത് മോള് പോയി കണ്ടെത്താനായിട്ട് നോക്ക് എന്ന് പറഞ്ഞു. കണ്ടെത്താനോ? അതെ അമ്മേ, വെറുതെ പറയരുതെന്ന് പറഞ്ഞു. അതെ, ഇപ്പം എനിക്ക് തൽക്കാലത്തേക്ക് ഇത്ര പറയാനായിട്ട് പറ്റുള്ളൂ. നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളല്ല. നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട മോൾ. ഇനിയിപ്പം എന്നെ രക്ഷിക്കാനല്ല ശ്രമിക്കണ്ടേ, നിന്റെ അച്ഛനും അമ്മയും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണ്ടേന്ന് പറഞ്ഞു. ഭൂമിക്ക് കേട്ടൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, അതെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. അമ്മ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേനും തകർന്ന മനസ്സോട് കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അംബിക. അതുവരെ അംബിക എങ്ങനെ പറഞ്ഞു ഒപ്പിച്ചത് അംബികയ്ക്ക് പോലും അറിയത്തില്ല. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പറഞ്ഞേ. ഇത്രയും കാലം നെഞ്ചി കൊണ്ടിടുന്നതിന് മോളാണ്. ഒരു നിമിഷം കൊണ്ട് അല്ലാന്ന് സ്വന്തം നാവും കൊണ്ട് പറയേണ്ടി വന്നപ്പോഴുള്ള അമ്മയുടെ വേദന അതറിഞ്ഞു കഴിയുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്താന്ന് നന്നായിട്ടറിയാം. ബാക്കി പെൺകുട്ടികളെ പോലെയല്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച സ്വന്തം മോഹങ്ങൾ വരെ ഇല്ലാതാക്കിയതാ. അതും അച്യുതനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന അച്യുതനായിരുന്നു. അങ്ങനെയുള്ള അച്ഛൻ മരിച്ചു പോയെങ്കിലും തൻ്റെ അച്ഛനല്ലെന്ന് പറഞ്ഞു കഴിയുമ്പത്തിനും ഭൂമിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭൂമി കുറേ സമയം അവിടെ ഇങ്ങനെ ഒന്നും അല്ലാതെ മട്ടില്ല വെറും ബ്ലാങ്കായിട്ട് നിന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുവാണ്. എങ്ങോട്ടാ നടക്കണേന്ന് പോലും ഭൂമിക്ക് അറിയില്ല. ഭൂമി ഒരു വണ്ടിയെ കയറി ഒന്നും ചെയ്തില്ല. വെറുതെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എതിരെ കുറേ വണ്ടികളൊക്കെ വന്നു ഓണടിക്കുന്നുണ്ട്. ഭൂമി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇടയ്ക്കെപ്പോഴോ ഒരു കാർ ചീറി പാഞ്ഞു വന്നു. ഭൂമി പക്ഷെ അതൊന്നും കണക്കാക്കുന്നുണ്ടായിരുന്നില്ല. സൈഡിൽ കൂടെ പോകുന്നതിന് പകരം ഭൂമി ഇച്ചിരി കയറി അങ്ങ് നടക്കണേ റോഡിലേക്ക്. അയാൾ ചോദിച്ചു, എന്താ കൊച്ച ചാവാനായിട്ട് ഇറങ്ങിയതാണോ? ദേ വേറെ വല്ല പണി എന്താണെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് പോയി. പക്ഷെ അതൊന്നും ഭൂമിയുടെ ചെവിക്കിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഭൂമിയുടെ മനസ്സിൽ അംബികയുടെ വാക്കുകളായിരുന്നു. അപ്പൊ ഇത്രയും കാലം അച്ഛനും അമ്മയും എന്തുകൊണ്ട് അത് ഒളിച്ചു വെച്ചു? വെറുതെ പറഞ്ഞ അമ്മ, അങ്ങനെയൊന്നും ആയിരിക്കില്ല സത്യം. ഒരുപക്ഷെ അച്ഛൻ അന്നാണോ ആ കാര്യങ്ങളൊക്കെ പറയായിരുന്നേ? ആ കൊല്ലപ്പെടുന്നതിൻ്റെ അന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്? അപ്പം ഇത്രയും കാലം എന്തുകൊണ്ട് മറച്ചു വെച്ചു? ആ കാറും താനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ടെന്നാണ് പറയണേ. ഭൂമി പാതി വഴി വന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി ഭൂമിയുടെ മനസ്സിൽ. കാരണം മൈൻഡ് മൊത്തം ആകെപ്പാടെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തൻ്റെ സ്വന്തം അച്ഛനും അമ്മയെന്ന് കരുതിയിരുന്ന ആൾക്കാർ അതല്ല എന്ന് പറഞ്ഞ ആ ഒരു ചിന്ത മാത്രം. അങ്ങനെ ഒടുവിൽ ഭൂമി കുറേ സമയത്തിന് ശേഷം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് മുറ്റത്ത് ഇങ്ങനെ നോക്കി. അതിനുശേഷം അകത്തേക്ക് കയറി ചെന്നു അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിട്ടിച്ചു. സത്യം പറയച്ച, എൻ്റെ അച്ഛൻ നിങ്ങളല്ലേ, പിന്നെ ആരാ? വെറുതെ കള്ളത്തരം പറയണ്ട. അമ്മ എന്നോട് കള്ളത്തരം പറഞ്ഞാന്ന് എനിക്കറിയാം. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അമ്മയെ രക്ഷിക്കാനായിട്ട് ഞാൻ ഈ കിടന്ന് പെടാപ്പാട് പെടുന്ന കണ്ടപ്പം അമ്മ വെറുതെ കള്ളത്തരം പറഞ്ഞായിരിക്കും അല്ലേ? അല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അവിടെ ഒരു നേങ്ങലടിച്ച് കരയാണ്. പിന്നീട് ഭൂമി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ കാറ് കിടക്കുന്നുണ്ടു. ആ കാറ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിയുടെ നെഞ്ചിടം വിങ്ങി. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം ഏകാശ്രയ കാറാണ്. ആ കാറിലേക്ക് നോക്കി കുറച്ചിരിക്കുമ്പോഴും ആ കാറൊന്ന് തൂത്തു അടച്ച് വൃത്തിയാക്കി ഒരു പൊടി പോലും പറ്റിക്കാതെ ഇടുമ്പോഴേക്കാണ് ഭൂമിയുടെ ഉള്ള ഒന്ന് തണുക്കുന്നത്. തൻ്റെ അച്ഛൻ അടുത്തുണ്ടെന്നൊരു ഫീല്. കാരണം തൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് വീട്ടിലുള്ള സമയത്തും ആ കാറിലായിരുന്നു. എപ്പോൾ ചോദിച്ചാലും അച്ഛൻ പറയുമായിരുന്നു, അതെ ഈ കാറിന് ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും മോളോട് പറഞ്ഞുതരാം. പലപ്പോഴും താൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഈ പാട്ടവണ്ടി ഒന്ന് ഉപേക്ഷിച്ചുകൂടെ? എന്തിനാ? അത് ഉപേക്ഷിക്കാൻ പറ്റില്ല.
എനിക്ക് വർഷങ്ങളുടെ ബന്ധമുള്ളതെന്നൊക്കെ പറയും. അപ്പം എന്തായിരുന്നു ഇതായിരുന്നു ആ ബന്ധം? താനും ഈ കാറും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നൊക്കെയാണ് തൻ്റെ അമ്മ പറഞ്ഞത്. അപ്പം ഇത്രയും കാലം താൻ അനാഥയായിരുന്നോ? തൻ്റെ അച്ഛനും അമ്മയെന്ന് കരുതിയ ആരുമില്ല, ഇനിയിപ്പോൾ താനൊരു അനാഥ കുഞ്ഞായിട്ട് തന്നെ ദത്തെടുത്തോണോ? ഭൂമിക്ക് ഭ്രാന്തി പിടിക്കുന്നവൾ തോന്നി. ഭൂമി ആ കാറിലേക്ക് പോയി തൊട്ടുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ അനാഥയൊന്നും അല്ല, ഒരിക്കലും ഞാൻ അനാഥയല്ല, എനിക്ക് അച്ഛനും അമ്മയുണ്ട്, ഞാൻ അനാഥയല്ലെന്നും പറഞ്ഞ് സമനില തെറ്റിയ മട്ടിലാണ് ഭൂമിയുടെ പെരുമാറ്റം. എന്നിട്ട് ആ കാറിലേക്ക് വീണ് പൊട്ടിക്കരയുവാണ്. പെട്ടെന്ന് ഭൂമി ഓർത്തു, പറ്റില്ല, തൻ്റെ അമ്മയെ തനിക്ക് രക്ഷിക്കണം, എന്ത് വന്നാലും ശരി. ഒരുപക്ഷെ താൻ അനാഥയായിരുന്നെങ്കിൽ ഇത്രയും കാലം തന്നെ നോക്കി വളർത്തിയത്, തൻ്റെ അമ്മ സ്വന്തം അമ്മയേക്കാൾ സ്നേഹം തന്നത് തൻ്റെ അംബികാമ്മയാണ്. അംബികാമ്മയെ രക്ഷിക്കണം. തൻ്റെ പെറ്റമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അവർക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചാണോ എന്താ ഏതാന്നും അറിയത്തില്ല, പക്ഷെ അമ്മയെ രക്ഷിച്ചാൽ മതിയുള്ളൂ, ഏത് വിധേനയും താൻ രക്ഷിക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുത്തു. ഭൂമി അകത്തേക്ക് കയറിപ്പോയി ഫോൺ എടുത്തിട്ട് ആൽഫ്രഡിനെ വിളിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ ഭൂമി, കാര്യം എന്താ? അതെ, എനിക്ക് ആ എഗ്രിമെൻറ്റ് മാരേജിന് സമ്മതമാണെന്ന് പറഞ്ഞു. സമ്മതമാണോ? ഭൂമി സത്യമാണോ പറയണേ? അതെ, അജയ് സാറിനോട് അത് പറയണമെന്ന് പറഞ്ഞു. സന്തോഷം സഹിക്കാൻ പറ്റിയില്ല ആൽഫ്രഡിന്. എനിക്ക് പൈസ വേണം ആൽഫ്രഡ് സാറെ, എൻ്റെ അമ്മയെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അല്ല, ഈ എഗ്രിമെൻ്റ് വിവാഹത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും തരുമെന്നല്ല അജയ് സാറ് പറഞ്ഞേ? അതെ, തരും ഭൂമി. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള പൈസ തരുമോയെന്ന് ചോദിച്ചു. അതൊക്കെ തരും, അങ്ങനെയാണെങ്കിൽ എനിക്ക് പണം വേണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ അജയുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതേസമയം അഞ്ജന ഭയങ്കര സന്തോഷത്തിലാണ്. ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം വിളിച്ചു. അപ്പോഴേക്കും അഞ്ജനയുടെ അടുത്തേക്ക് ഭവാനി കയറി വന്നിട്ട് പറഞ്ഞു, മോളെ, ഇനി എന്താണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും. ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ? അമ്മേ, എനിക്ക് സന്തോഷമായി. എന്നാൽ അജയെ ഞാൻ കല്യാണം കഴിക്കാൻ പോയില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് ജീവിക്കാൻ പോവാ. മോളെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അജയ് നിന്റെ പരിധി വരണം, അതാണ് വേണ്ടത്. അതൊക്കെ എനിക്കറിയാം, അത് പിന്നെ അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം അജയ് ഞാൻ പരിധിക്ക് കൊണ്ടുവന്നോളാം. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് അജയ് പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ ഭൂമി, അവളാണൊരു പ്രശ്നം. മോളെ, അവളുടെ കാര്യം എനിക്ക് വിട്ടാരെ, അവളുടെ കാര്യം ഞാൻ ഏറ്റു. അല്ല, അമ്മയ്ക്ക് എന്താ ഭൂമിയോട് വേറെ വല്ല വൈരാഗ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അതെന്താ? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അമ്മയ്ക്ക് ഭൂമിയുടെ പേര് കേൾക്കുമ്പോൾ എനിക്കങ്ങനെ വേറെ വൈരാഗ്യമൊന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വന്നവളല്ലേ അവള്. അപ്പോൾ പിന്നെ എനിക്ക് അവളെ എങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമോയെന്ന് ചോദിച്ചു. എൻ്റെ മോളുടെ ജീവിതത്തിനിടയ്ക്കിലേക്ക് ആര് കയറിയാലും അവരെ ഞാൻ ഇല്ലാതാക്കും. ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയണേ. കാരണം ആ വീട്ടിലേക്ക് വേറെ ആരും അജയുടെ ഭാര്യയായിട്ട് വരാനായിട്ട് പാടില്ല. സ്വത്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതായിരുന്നു ഭവാനിയുടെ മനസ്സിലിരിപ്പ്. ഈ സമയത്ത് സംഗീതയും മാധവനും കൂടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ, കല്യാണത്തിൻ്റെ ബാക്കി ഒരുക്കങ്ങൾ നടത്തണ്ടേ? അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അങ്ങ് നടത്തിയാൽ മതി. അപ്പോഴേക്ക് സത്യദാസ് വന്നിട്ട് പറഞ്ഞു, അതെ, മണ്ഡപത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ റെഡിയാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ സംഗീത പറഞ്ഞു, അത് ശരിയാ, കാരണം ഭവാനിക്കൊരു വിചാരമുണ്ട്, സാഗർ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ കല്യാണമൊക്കെ നടത്തിയാനെന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ കുത്തി പറയുന്നുമുണ്ട്. അത് ഒരു കാരണവശാലും പാടില്ല, നല്ല ഗംഭീരമായിട്ട് തന്നെ വേണം. അജയുടെ അവളുടെ കൂടെ കല്യാണം നടക്കാനായിട്ട് എന്തേലും കുറവുണ്ടെന്ന് നാളെ ഇനി ഒരു പഴി വെക്കാനായിട്ട് ഇടവരില്ലെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കൊച്ചുമോളല്ലേ, അവളുടെ വിവാഹം, കൊച്ചുമോൻ്റെ വിവാഹം അതിഗംഭീരമായിട്ട് തന്നെ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. എല്ലായിടത്തും ഒരു ഉത്സവ പ്രതീതിയാണ്. പക്ഷെ അതില്ലാത്ത ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അജയ്. ഈ കല്യാണം മുടങ്ങണം, എങ്കിൽ മാത്രമേ തനിക്ക് നയനയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും സമയത്ത് അവൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവളും കൂടെ കൈവിട്ടാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങാനും അഞ്ജനയുടെ കഴുത്തിൽ താലി ആർത്തേണ്ട വന്നിട്ടുണ്ടെങ്കിൽ താൻ നയനയോട് കാണിക്കുന്ന നീതികേടാ അത്. അവൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ തനിക്ക് അവളുമായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്നൊരു ചിന്തയിലൂടെ ഇരിക്കുമ്പോഴത്തേനുമാണ് അജയാണ് ഫോണിലേക്ക് ആൽഫ്രഡ് വിളിക്കുന്നത്. ഭൂമി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ. അതെ, നാളെ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. അജയ്ക്ക് സന്തോഷമായി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഇതെന്ന് അജയ് തിരിച്ചറിയുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തണമെന്നൊരു ചിന്തയായിരുന്നു. ഒരു വർഷത്തേനൊന്ന് ആക്ട് ചെയ്താൽ മതി അവൾ തൻ്റെ ഭാര്യയായിട്ട്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാം, അഞ്ജനയപ്പം അങ്ങൊന്ന് പോയിക്കോളും, ആ ഒരു ചിന്തയായിരുന്നു. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും വരുന്ന ദിവസം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാട്ടോ, അവരുടെ ഒരു വിവാഹം കഴിക്കുന്നതൊക്കെ.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.